സമരത്തെ എന്തായാലും ഈ വിദ്യാർത്ഥികൾ അങ്ങനെ പിന്മാറി പോവില്ല എന്ന് ഉറപ്പിക്കാവുന്ന ഒരു കാരണം അവരെ ആ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് ആ തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനങ്ങൾക്ക് പിന്നിൽ വേറെ ആരും എങ്കിലും ഈ പറഞ്ഞതുപോലെ എന്താണ് ജോർജ് സോറോസ് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവർ തന്നെയാണ് തീരുമാനമെടുക്കുന്നത്, അവർ തന്നെയാണ് അത് നടപ്പാക്കുന്നത്. അത് സോനം വാങ്ചുക്ക് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകളോടുള്ള അവരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ ഉറപ്പിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ അവർക്കൊപ്പം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ഇത്ര ക്രൂരമായി ദ്രോഹിച്ച ഒരു ഭരണകൂടത്തെ അത്ര എളുപ്പത്തിൽ ക്ഷമിച്ചു വിടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ചർച്ചകളെല്ലാം നടക്കുന്നതിനിടയ്ക്ക് വക്താവ് പുതിയ ആരോപണം ഉന്നയിച്ചത്. അത് പുതിയ ആരോപണമല്ല, നമ്മളത് ദൃശ്യങ്ങളിൽ കൂടെ കണ്ട് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ്. അവിടെയുള്ള വനിതകളായിട്ടുള്ള പെൺകുട്ടികൾക്ക് നേരെ പോലീസിന്റെ ലൈംഗികാതിക്രമം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. അവിടെ ആ ദിവസത്തെ നടപടിയിലെ പോലീസ് നടപടിയിൽ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അന്ന് ഈ ഡൽഹി പോലീസൊക്കെ കരുതിയത് അവരുടെ പതിവ് രീതി വെച്ചിട്ട് അങ്ങ് അടിച്ചമർത്തി കളയാം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ആ മർദ്ദനത്തിലൂടെ ഇതങ്ങ് അവസാനിപ്പിക്കും. വളരെ പ്ലാൻഡ് ഓപ്പറേഷനാണ് പോലീസ് അന്ന് നടത്തിയത്, RAF അന്ന് നടത്തിയത്. ഒരൊറ്റയാളുടെയും നെയിം പ്ലേറ്റ് ഇല്ലായിരുന്നു, എല്ലാവരും നെയിം പ്ലേറ്റ്. ഇന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും തന്നെ നെയിം പ്ലേറ്റ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അത് ഭയങ്കര വിചിത്രമല്ലേ? അപ്പോൾ അന്ന് ആ ആക്ഷൻ നടത്തുന്ന ദിവസം നെയിം പ്ലേറ്റ് ഇല്ല, എല്ലാ സിവിൽ വേഷത്തിൽ വന്നിരിക്കുന്ന പോലീസുകാർ അവർ ഈ ലാത്തിയിൽ ആണിയും കൊണ്ടുവരുന്നു, അവർ ക്രൂരമായി ആക്രമിക്കുന്നു. അതിനേക്കാൾ ഈ കാലാവധി കഴിഞ്ഞ ടിയർ ഗ്യാസ് ഷെല്ലുകളൊക്കെ പ്രയോഗിക്കുന്നു. നമ്മൾ RDXൽ ഈ വിഷയം പറഞ്ഞപ്പോൾ അതിനടിയിൽ വന്ന് ചില BJP അനുകൂല സർക്കാർ അനുകൂല പ്രൊഫൈലുകൾ ഇങ്ങനെ നിരന്തരം ചോദിക്കുന്നുണ്ട്, ഇത് കാലാവധി കഴിഞ്ഞു എന്ന് വെച്ച് ഇതെന്താ ബ്രെഡ് പൂത്തു പോകുന്ന പോലെയുള്ള ഏർപ്പാടല്ല ഇത് എന്നൊക്കെ പറഞ്ഞ്, അത് വിവരമില്ലായ്മയാണ്. അതാണ് കുഴപ്പം. കാരണം കാലാവധി കഴിഞ്ഞ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നത് കൂടുതൽ അപകടകരമാണ്. അതായത് ജീവഹാനിക്ക് തന്നെ കാരണമായേക്കാം വേണമെങ്കിൽ അതുകൊണ്ടാണ് അത് കാലാവധി കഴിഞ്ഞത് പ്രയോഗിക്കുമ്പോൾ അത് ഗുരുതരമായ ഒരു വിഷയമായി മാറുന്നത്. അപ്പോൾ അങ്ങനെ പ്രയോഗിക്കുന്നത് ഇത് ലോകത്ത് എല്ലായിടത്തും ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞ ഈ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ അത് എന്താണ് ചർച്ചാ വിഷയമാവാറുണ്ട്. ഇവിടെയും അതാണ് ഡൽഹിയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ പെല്ലറ്റ് പ്രയോഗിക്കുക ആളുകൾക്കെതിരെ ഇപ്പോഴും പോലീസ് സമ്മതിച്ചിട്ടില്ല പെല്ലറ്റ്. പക്ഷേ ആശുപത്രികൾ സമ്മതിച്ചിട്ടുണ്ട് ഇത് ഊരിയെടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ വെടിവെച്ചതാണോ? ഈ പെല്ലറ്റ് ആര് പ്രയോഗിച്ചതാണ്? പെല്ലറ്റ് ഗൺസ് ആര് പ്രയോഗിച്ചതാണ്? ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ ഈ പെല്ലറ്റ് ആക്രമണത്തിൽ ശരീരം മുഴുവൻ 30 പെല്ലറ്റ് ഉണ്ട് ശരീരത്തിൽ നിന്നാണ് പറയുന്നത്. മാധ്യമപ്രവർത്തകനാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നു ആദ്യത്തിൻ്റെയാണ് ഏതാണെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്, ഔട്ട്ലുക്കിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. മാധ്യമപ്രവർത്തകനാണ്, 28 വയസ്സുകാരനാണ്. ഈ ശരീരം മുഴുവൻ 30 പെല്ലറ്റും കയറി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു. ആ ദിവസത്തെ ആ അക്രമം കൊണ്ട് 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയൊക്കെ അല്ലെങ്കിൽ 30 വയസ്സ് വരെ മാത്രം പ്രായമുള്ള ആ യുവതയെ തകർത്ത് എറിഞ്ഞു കളയാം, ഇവർ ഭയന്നോടും എന്നുമല്ലാതെ അങ്ങ് കരുതി. പക്ഷേ അവരെല്ലാത്തിനും തെളിവുണ്ടാക്കി, അത് നാട്ടുകാരെ കാണിച്ചു. ആളുകൾ ജനരോഷം അതിൻ്റെ പാരമ്യത്തിലെത്തി എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് ഇന്നലെ പ്രധാനമന്ത്രി നേരിട്ട് വന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് വളരെ പെട്ടെന്ന്, അത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. അത് വളരെ സ്ക്രിപ്റ്റഡാണ്. ഈ ഹൃദയത്തിൽ നിന്ന് നല്ല സ്ക്രിപ്റ്റിൽ നിന്ന് വന്നത് തന്നെയാണ്. അത് വ്യക്തമായി മനസ്സിലാകും. പക്ഷേ അദ്ദേഹം ആ സ്ക്രിപ്റ്റ് വളരെ പെട്ടെന്ന് ഒരു മൊബൈൽ ഫോണിൽ അവർക്ക്, അതായത് ഇത് നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവർ വളരെ സീരിയസ് ആണ് ഈ വിഷയത്തിൽ എന്നുള്ള തോന്നൽ ഉണ്ടാക്കുക എന്നതുകൂടി അത്തരം ഒരു വീഡിയോയുടെ ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു ഫ്രെയിമിൽ ഒരിക്കലും പ്രധാനമന്ത്രി പ്രത്യക്ഷപ്പെടില്ല. അപ്പോൾ വളരെ സീരിയസ് ആണ് ഞങ്ങൾ ഈ വിഷയത്തിൽ. ഈ പാതിരാത്രിക്കായാലും ഞങ്ങളിത് ചർച്ച ചെയ്ത് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു പ്രതീതി വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ വേണ്ടി, അല്ല സീരിയസ് ആയി അങ്ങനെ തന്നെ ശ്രമിച്ചോട്ടെ, കാരണം പ്രശ്നം പരിഹരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടി ഭാഗമായാണ് ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിലടക്കം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വിദ്യാർത്ഥികളിലേക്ക് അത് എത്തും എന്നുള്ളൊരു തോന്നലുണ്ട്. ഇന്നിപ്പോൾ വരുന്ന വാർത്തകൾ കണ്ടില്ലേ, എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇനിയിപ്പോൾ ഒന്ന് ഇടപെടണം എന്നുള്ളത് സജീവമാണെന്ന്. അതായത് ഈ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള ചർച്ചകളിൽ, BJP അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള ചർച്ചകളിൽ പ്രത്യേകിച്ച് കൗതുകകരമായ ചില കാര്യങ്ങൾ പറയും. അതായത് ഒരു തെരഞ്ഞെടുപ്പ് ട്വിറ്റർ തെരഞ്ഞെടുപ്പായിരുന്നു, ഒരെണ്ണം വാട്സപ്പ് തെരഞ്ഞെടുപ്പായിരുന്നു, കഴിഞ്ഞു പോയത് യൂട്യൂബ് തെരഞ്ഞെടുപ്പാണെന്ന്. അപ്പോൾ ഇപ്പോൾ സാധാരണ ഇത്തരം സാങ്കേതികമായ സംഗതികളിൽ അല്ലെങ്കിൽ ഇത്തരം പ്രചാരണോപാധികളെക്കുറിച്ച് ഏറ്റവും ആദ്യം ബോധ്യമുള്ള പാർട്ടി BJP ആണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അവർ ഈ സമയത്ത് തിരിച്ചറിയുന്നത് അവരുടെ കൈപ്പിടിയിലാവേണ്ടിയിരുന്ന ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുന്നോ എന്നുള്ളൊരു തോന്നൽ അതിപ്പോൾ വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡൽഹി പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക്, വിദ്യാർത്ഥി സമരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഒരിക്കൽ ചെന്ന് പെട്ടാൽ പിന്നെ
അത് തന്നെ ഒരു എന്താണ് അത് മാത്രം എല്ലാ തരത്തിലുള്ള കോണ്ടന്റ് ആയിട്ട് വരും. അത് ചിലപ്പോൾ നമ്മളെ ചിരിപ്പിക്കും, ചിലപ്പോൾ നമ്മളെ കരയിക്കും, അങ്ങനെ എല്ലാ തരത്തിലുള്ള കണ്ടന്റ് ആയിട്ട് കൂടി ഇത് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത്രയും വിദ്യാർത്ഥികളുടെ ഇടയിലേക്കും, അത് മാത്രമല്ല നോർത്ത് ഇന്ത്യൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ധാരാളം വീഡിയോ ഞാൻ കാണാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ ഒരിക്കലും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ലാത്തവരൊക്കെ ധാരാളം പേര് രാഷ്ട്രീയം പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്.